ഞാൻ എന്തായി കാണുന്നേ? എന്റെ വസ്തുക്കളൊക്കെ പോയേ. ഞാൻ അല്ല, അതിന്റെ മുകളിൽ എന്തായിരുന്നു? ഇല്ല ഇല്ല, നിന്നോട് എനിക്ക് പറയാൻ പറ്റൂല, ആരോടും പറയാൻ പറ്റൂല. അല്ല, അങ്ങനെ എന്തുള്ള സംഭവ? ഞാൻ ആകെ തകർന്നു പോയി. റാം, വണ്ടി പുറകെ വിട്, നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പൊ പോയത് എന്താണെന്ന്. അതെ ശിവ, ഒന്ന് വേഗം വന്നേ. ഒരാള് ബോളിന്റെ അകത്തിരുന്ന് ബിൽഡിങ്ങിന്റെ മോളിൽ കൂടെ ചാടി ചാടി പോവാണ്. ലഡുസിംഗ് സാറേ, എവിടെയാണ് അയാള്? നീ എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കോ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ അവൻ ഉള്ളത്. അങ്കിൾ, നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത്? കുട്ടി സൈഡിലേക്ക് മാറി നിൽക്ക്. കുട്ടിയൊന്നും വിളിക്കരുത് അങ്കിൾ. എന്താ പറ്റി ശിവ? ഓ, ബോളിനെടുത്ത് പോകേണ്ട കാര്യമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാ പോയതെന്ന്. പിന്നെ വേറൊരു കാര്യം, അയാൾ മുകളിൽ നിന്ന് എന്തിനാണ് തുറക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അയാൾ എല്ലാ സ്ഥലത്തു നിന്നും ഡയമണ്ട്സ് മോഷ്ടിച്ചുകൊണ്ട് വരുമായിരുന്നു. അന്വേഷണ സംഘം അയാളുടെ വീട്ടിൽ വരുന്നുള്ള പേടി അയാൾക്കുണ്ടായി. അയാൾ വേഗം തന്നെ ഒരു ചാണക കുഴി ഉണ്ടാക്കി അയാൾ മോഷ്ടിച്ച ഡയമണ്ട്സ് മുഴുവൻ അതിൽ ഒളിപ്പിക്കുമായിരുന്നു. എന്ത് ചാണക കുഴിയിലോ? എന്നിട്ട് ഓരോ ചാണകം എടുത്ത് ഉരുളയാക്കി മതിലൊട്ടിക്കും. എനിക്ക് സംശയം തോന്നി, ഇയാൾ എന്തിനാണ് ഈ ചാണക കുഴി ഇയാളുടെ വീട്ടിലുണ്ടാക്കിയതെന്ന്. അയാൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നേ. പിന്നെന്തിനാ അയാൾ ഉണ്ടാക്കിയത്? ഞാനോ മതിലൊട്ടിച്ചൊരു ചാണകം പറളി എടുത്ത് പൊട്ടിച്ചു നോക്കിയപ്പോ അതിന്റെ അകത്ത് മുഴുവനും ഡയമണ്ട്.